അമ്മ എന്ന വിളി അധ്യായം 2 ഒരു തീരുമാനത്തിന്റെ തുടക്കം. പുലർച്ചെയായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ ജനാലയിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. എന്നാൽ നയൻതാരയുടെ മനസ്സിൽ ഇരുട്ടായിരുന്നു. അഞ്ജു ഇപ്പോഴും അവളുടെ മടിയിൽ സമാധാനമായി ഉറങ്ങുകയായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവളുടെ അടുത്തേക്ക് വന്നു. മോളെ, ഞങ്ങൾ എല്ലാ സ്റ്റേഷനുകളിലും വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ ആ സ്ത്രീയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. നയൻതാരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്കറിയാമായിരുന്നു, വെറുമൊരു പേര് വെച്ച് എങ്ങനെയാണ് ആ ഒരു സ്ത്രീയെ കണ്ടുപിടിക്കാൻ പറ്റുക. പേരല്ലാതെ തനിക്ക് മറ്റൊരു വിവരങ്ങളും അറിയില്ല താനും. സാർ, ഇനി എന്തു ചെയ്യും? അവൾ തിരക്കി. ഉദ്യോഗസ്ഥൻ ഒരു നിമിഷം മിണ്ടാതിരുന്നു. നിയമപ്രകാരം ബന്ധുക്കളെ കണ്ടെത്താനായില്ലെങ്കിൽ ഈ കുഞ്ഞിനെ നമുക്ക് അനാഥാലയത്തിലേക്ക് മാറ്റേണ്ടി വരും, അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ നയൻതാരയുടെ നെഞ്ചിൽ ഒരു കല്ലുപോലെ വീണു. അവൾ അഞ്ജുവിനെ നോക്കി. കുഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അഞ്ജു അവളുടെ കുഞ്ഞിളം കൈകൾ കൊണ്ട് നയൻതാരയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് അവൾ പറയുന്നത് പോലെ നയൻതാരയ്ക്ക് തോന്നി. ഉച്ചവരെ നയൻതാര പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുന്നു. അതിനിടയ്ക്ക് അവൾ കുഞ്ഞിനാവശ്യമായിട്ടുള്ള ലാക്ടോജനും ഫീഡിംഗ് ബോട്ടിലും പിന്നെ കഴിക്കാനുള്ള കുറുക്ക് പൊടിയും എല്ലാം മേടിച്ചിട്ട് വന്നു. താൻ പട്ടിണിയിരുന്നാലും ഒരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെയാണ് പട്ടിണിക്കിരുത്തുക? അഞ്ജു ചുറ്റും നോക്കി. അപരിചിതരായ ആളുകൾ, അപരിചിതമായ സ്ഥലം. പക്ഷേ അവൾ ഭയപ്പെട്ടില്ല. കാരണം അവളുടെ മുന്നിൽ നയൻതാര ഉണ്ടായിരുന്നു. അഞ്ജു നയൻതാരയുടെ തോളിലേക്ക് തല ചായ്ച്ചു. ആ നിമിഷം നയൻതാരയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. തിരിച്ചവൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ വന്നു. വൈകുന്നേരം ആരൊക്കെയോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ആ പോലീസുകാരൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ വെയിറ്റ് ചെയ്തു. വൈകുന്നേരം ആയപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സാമൂഹ്യ പ്രവർത്തകയും കൂടെ ഒരു ഓർഫണേജിൻ്റെ പ്രതിനിധിയായ ഒരു സിസ്റ്ററും വന്നിരുന്നു. അവർ അഞ്ജുവിനെ വാങ്ങാനായി കൈനീട്ടി. പക്ഷേ അഞ്ജു ഉറക്കെ കരയാൻ തുടങ്ങി. അവൾ നയൻതാരയുടെ ഡ്രസ്സിൽ മുറുകെ പിടിച്ചു. അമ്മ, അമ്മ എന്ന് വിളിക്കുന്നത് പോലെ അവൾ നയൻതാരയുടെ മുഖത്തേക്ക് കണ്ണുനീരോടെ നോക്കി. ആ ശബ്ദം കേട്ട നയൻതാരയുടെ ഹൃദയം തകർന്നു. അവൾ അഞ്ജുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വേണ്ട, എല്ലാവരും അവളെ നോക്കി. എനിക്ക് ഇവളെ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, സാമൂഹ്യ പ്രവർത്തക അമ്പരന്നു. മോളെ, ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത നീ ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കുക എന്നത് വളരെ അപകടം നിറഞ്ഞ, അല്ലെങ്കിൽ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു ജീവിതമായിരിക്കും ഇനി നിനക്കുണ്ടാവാൻ പോകുന്നത്. അവർ അവളെ വിലക്കി. നയൻതാര കരഞ്ഞു. അറിയാം, പക്ഷേ ഇവളിപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. ഒരുപക്ഷെ ഇവളുടെ അമ്മ ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമെന്ന് കരുതിയാണെങ്കിലോ എൻ്റെ കയ്യിൽ തന്നിട്ട് പോയത്. വേണ്ട സിസ്റ്റർ, എനിക്ക് ഇവളെ ഉപേക്ഷിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഇവളെ നോക്കിക്കോളാം. പോലീസ് ഓഫീസർ അവളെ കുറച്ചു നേരം നോക്കി നിന്നു. നിങ്ങൾക്ക് ഉറപ്പാണോ? അയാൾ തിരക്കി. നയൻതാര അഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അഞ്ജു കരച്ചിൽ നിർത്തി നയൻതാരയെ നോക്കി മനോഹരമായി ചിരിച്ചു. ആ ചിരിയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. നയൻതാര പോലീസുകാരനെ നോക്കി. അതെ സാർ, ഇവളെ ഞാൻ വളർത്തും, സ്വന്തം മകളെപ്പോലെ തന്നെ. നയൻതാര ആ കുഞ്ഞിൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. പോലീസുകാരൻ്റെയും സാമൂഹ്യ പ്രവർത്തകയുടെയും സിസ്റ്ററുടെയും മുഖത്ത് പുഞ്ചിരി വിടർന്നു. നയൻതാര അഞ്ജുവിനെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോകാനായി തീരുമാനിക്കുന്നു. അവൾ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്തു. താൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. റൂമിലെത്തിയ അവൾ കുഞ്ഞിന് പാല് നൽകി, അവളെ കുളിപ്പിച്ചു, പുതിയ ഡ്രസ്സ് ധരിപ്പിച്ചു. അതിനുശേഷം അവളും കുളിച്ച് ഫ്രഷായി മറ്റൊരു ഡ്രസ്സ് ധരിച്ചു. എന്നിട്ട് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. രാത്രിയിൽ നാട്ടിലേക്ക് പോകുന്ന ബസ്സിൽ നയൻതാര അഞ്ജുവിനെ ചേർത്ത് പിടിച്ച് ഇരിക്കുകയായിരുന്നു. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അഞ്ജു പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് അവളുടെ മടിയിൽ സന്തോഷത്തോടെ ഇരുന്നു. പക്ഷേ നയൻതാരയുടെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. വീട്ടുകാർ ഇത് അംഗീകരിക്കുമോ? അവരെന്നെ
മനസ്സിലാക്കുമോ? അവൾക്കറിയില്ലായിരുന്നു അഞ്ജുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ യാത്ര അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിൻ്റെ തുടക്കമാകുമെന്ന്.